കളമശ്ശേരിയിലെ ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും 2 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തിൽ നടപടികളുമായി അന്വേഷണ സംഘം മുന്നിലേക്ക് പോവുകയാണ്. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, അല്പസമയം മുമ്പും പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നായിരുന്നു വിവരങ്ങൾ നൽകിയത്. കസ്റ്റഡിയിലുള്ള ആകാശിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബിനിൽ തുടരുന്നുണ്ട്. ബിനിൽ, നടപടികളുമായിട്ട് മുന്നിലേക്ക് പോവുകയാണ്. 1.9 കിലോ കഞ്ചാവ് മാത്രം ആകാശിന്റെ മുറിയിൽ നിന്നായിരുന്നു കണ്ടെത്തിയത്. പ്രധാന പ്രതിയാണ്. കോടതിയിലേക്കോ മറ്റോ കൊണ്ടുപോവുകയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആകാശിനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. റിമാൻഡ് ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കഞ്ചാവാണ് ആകാശിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. അതായത് വിൽപ്പനയ്ക്ക് വേണ്ടി സംഭരിച്ചു വെച്ച കഞ്ചാവാണ് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതാണ്ട് 2 കിലോയോളം കഞ്ചാവാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. കഞ്ചാവ് തൂക്കാൻ ഉപയോഗിച്ച ഇലക്ട്രോണിക് ത്രാസ്, അത് പാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കവറുകൾ, അത് പൊടിച്ചെടുക്കാൻ ഉപയോഗിച്ചിരുന്ന മെഷീൻ എന്നിവയെല്ലാം കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആകാശ് ഈ കേസിലെ മുഖ്യപ്രതിയാണ്. ആകാശിൽ നിന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പോലീസിന് കിട്ടിയിരിക്കുന്നത്. അതായത് കളമശ്ശേരി പോളിടെക്നിക്കിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സ്ഥിരീകരിച്ച് കഞ്ചാവിൻ്റെ ഇടപാട് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കൂടി പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആകാശിനെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ആകാശിനെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി പോലീസ് പോവുകയാണ്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. ആകാശിനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്.